ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പുറകെ നിൽക്കുന്ന ഈ അവക്കാഡോയുടെ മരം ഒരു 5-6 വർഷം പഴക്കമേറിയ മരമാണ്. അപ്പോൾ ഇതുവരെ കായ്ച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസിലെല്ലാം കണ്ടുവരുന്നൊരു സംഭവമുണ്ട്, മോതിര വളയെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ മരത്തിൻ്റെ മുകളിലൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കെന്നാൽ ജസ്റ്റ് നോക്കാം. ഏകദേശം ഒരു 5-6 വർഷം പഴക്കം ചെന്ന മരമാണിത്. ശരിക്കും നമ്മൾ മോതിരവളയം ചെയ്യുമ്പോൾ 4 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിനൊക്കെ ശേഷമുള്ള മരം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം മൂപ്പായ മരം വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ താഴെ നിന്ന് 2 മീറ്റർ മുകളിലായിട്ട് ഏകദേശം ഇവിടെ വെച്ചിട്ട് നമുക്ക് മോതിരവളയം ചെയ്യാം. ഇത് 1 ഇഞ്ച് മാസ്കിംഗ് ടാപ്പാണ്. പിന്നെ നമ്മളൊരു കത്തിയും കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാസ്കിംഗ് ടാപ്പ് ചുറ്റിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പൊളിച്ചെടുക്കണം. ഒരു ഇഞ്ച് കനത്തിലാണ് ഇപ്പോൾ നമ്മൾ പൊളിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ മാസ്കിംഗ് ടാപ്പ് വെച്ച് കറക്റ്റ് ഫസ്റ്റ് ലൈൻ ഇട്ടുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇത് മോതിരവള ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് ചീവി കൊടുക്കണം. ഇതിൻ്റെ ഗ്യാപ്പിൽ നന്നായിട്ടൊന്ന് ചീവി കൊടുക്കുക. ഇത് കിട്ടണ്ടോ? അടുത്തത് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത വളയം സെറ്റാക്കാൻ പോകണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഒരു മോതിരവള ഇട്ട് കഴിഞ്ഞ് രണ്ടാമത്തേനുള്ള മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ 1 ഇഞ്ച് ഇട്ടിട്ട് നമുക്ക് ഈ മുകളിൽ വേണം അടുത്ത മോതിരവളയം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്തതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. മോതിരവളയത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യുക. എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. വീഡിയോ കണ്ടിട്ടുള്ള ഒരു ഇതിൽ ചെയ്യാണ്. നമുക്ക് കൃഷി ഫീൽഡായിട്ട് വലിയ ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വളയം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ചീകി കളയണം. മോതിരവളയത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം
ഈ അവക്കാഡോ എല്ലാം പൂക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ സമയത്താണ് ഇതെല്ലാം പൂക്കുക. അപ്പോൾ ഇതുവരെ പൂത്തിട്ടില്ല. നമുക്ക് നോക്കാം ഇത് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു മരം കൂടെ ഉണ്ട് അവക്കാഡോയുടെ, അതിലൂടെ നമുക്ക് ചെയ്യണം. ഈ അവക്കാഡോ എല്ലാം പൂക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ജൂണിലാണ് ഇത് ചെയ്തത്. അപ്പോൾ ടൈമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ പൂക്കോ ഇല്ലയോ, അല്ലെങ്കിൽ എന്താ സ്ഥിതി നോക്കാം. നമ്മളിത് ബഡ് ചെയ്ത ചെടിയല്ല നട്ടത്, ഇത് വിത്തിൽ നിന്നുണ്ടായ ചെടിയാണ്. അപ്പോൾ അറിയില്ല, എന്തായാലും നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.